ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവ 125 വണ്ടിയുടെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ വണ്ടിയുടെ ഓയിൽ തീർന്നു പോകുന്ന കംപ്ലയിൻ്റാണ് മെയിനായിട്ട്. അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി ഓടി ഓയിൽ ഇല്ലാതെ കൊണ്ട് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് റിപ്പയർ ചെയ്യാനായിട്ട്, അതായത് അതിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ഹോണ്ട ആക്റ്റീവ മോഡൽ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ എഞ്ചിൻ 3 പാർട്ടായിട്ടാണ് വരാം കേട്ടോ. അതായത് ശരിക്കും സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്കൊക്കെ അടങ്ങുന്ന ഒരു യൂണിറ്റ്, അതായത് ഫയറിങ് നടക്കുന്ന ഒരു ഭാഗം ഒരു സെക്ഷനാണ്. രണ്ടാമത് വരുന്നത് CVT ക്ലച്ച് വന്ന ഭാഗം, അതായത് ബെൽറ്റ് ഡ്രൈവ് അടക്കം വരുന്ന ക്ലച്ച് ഷൂ അടക്കം വരുന്ന ഒരു യൂണിറ്റ്. CVT ക്ലച്ച് വരുന്നത് വേറൊരു സെക്ഷനാണ്. നേരെ മറിച്ച് ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ വരുന്ന ഗിയർ ബോക്സ് അടക്കം വരുന്നത് വേറെ സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് ഭാഗമാണോ കംപ്ലയിൻറ്റ് അത് മാത്രമായിട്ട് അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എഞ്ചിനൊന്നും അഴിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും. ക്ലച്ചിൻ്റെ ആയാലും നമുക്ക് വണ്ടിയിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഈ ഭാഗം റെഡിയാക്കാൻ പറ്റും. ഇത് ഫയറിങ്ങിൻ്റെ ഭാഗം, സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗം ആയതുകൊണ്ടാണ് നമുക്ക് എഞ്ചിൻ അഴിക്കേണ്ടി വന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണാം. കാരണം എഞ്ചിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വർക്കല്ല നമുക്കിതിനകത്ത് തന്നെ. ക്രാങ്ക് ഷാഫ്റ്റ് അതേപോലെ സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ റിപ്പയർ ചെയ്യണം കേട്ടോ. ക്ലച്ചിനകത്ത് നമുക്ക് വേറെ നിലവിൽ പ്രോബ്ലം ഇല്ല. ക്ലച്ചിനകത്ത് നമുക്കൊരു വീല് മാത്രമാണ് കംപ്ലയിൻ്റ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നമുക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ഭാഗം മാത്രമാണ് റെഡിയാക്കുന്നത്. നമ്മൾ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും എഞ്ചിൻ വർക്ക് ചെയ്തതാണല്ലോ വീണ്ടും കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാരണം നമ്മൾ ആ ഭാഗത്ത് നമ്മൾ റിപ്പയർ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗം ചെയ്യാത്തത്. ക്ലച്ചിനകത്തും ക്ലച്ചിൻ്റെ ഭാഗത്തും നമുക്ക് ഈ ഒരു വീല് മാത്രമാണ് തേമാനായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അലുമിനിയം വീല് മാത്രമാണ് നമ്മൾ ക്ലച്ചിനകത്തും മാറുന്നുള്ളൂ. അതിൻ്റെ ബെൽറ്റൊക്കെ വന്നിട്ട് പുതിയ ബെൽറ്റൊക്കെ കിടക്കണേ. അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ബെൽറ്റിൻ്റെ ഭാഗത്തില്ല. ക്ലച്ചിനകത്ത് അപ്പോൾ അതുകൊണ്ട് വേറെ വർക്ക് വന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യുന്നത് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണാണ്. സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അലുമിനിയം പിസ്റ്റണാണ്. ഇത് ശരിക്കും അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉരഞ്ഞ്, അതായത് ഓയിലില്ലാതെ കൊണ്ട് ഓടി പിസ്റ്റൺ ഡാമേജ് വരുത്തിയിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഉൾഭാഗം നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിലാണ് സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിലില്ലാണ്ട് വരുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിനും ഈ പറഞ്ഞ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ്, ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി അഴിച്ച് മാറ്റുന്നുണ്ട്. കൂട്ടത്തിലെ സിലിണ്ടർ പിസ്റ്റൺ സെറ്റപ്പാടി മാറുന്നുണ്ട്. പിന്നെ ഈ വാൽവ് നമ്മൾ ലെയ്ത്തിൽ നിന്ന് കൊടുത്ത്, അത് നമുക്ക് ലെയ്ത്ത് വർക്ക് തന്നെയാണ്. വാൽവ് നമ്മൾ മാറ്റണമുണ്ട്. പിന്നെ അതിൻ്റെ ഗൈഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അവർ അഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കടെ അതും കൂടി നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. അത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ഓയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഹീറ്റിംഗ് വന്നിട്ടുണ്ടാവും. ഹീറ്റിംഗ് വരാമെന്ന് പറഞ്ഞാൽ തേമാനം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ വാൽവ് മാറ്റുന്ന കൂട്ടത്തിക്കടെ ഗൈഡിൻ്റെ പ്രോബ്ലം വരാറുണ്ട് സാധാരണ രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകൾ. ക്യാം ഷാഫ്റ്റിന് വേറെ കുഴപ്പമില്ല. ഈ 2 ബെയറിങ് നമ്മളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് റോക്രാമിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എഞ്ചിൻ വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് ആ ഫയറിങ് നടക്കുന്ന ഭാഗമാണ് നമ്മൾ റെഡിയാക്കുക. അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിസ്റ്റൺ, അതേപോലെ ഹെഡിൻ്റെ വാൽവ്, ആ ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ. ക്ലച്ചിനകത്ത് നമുക്കൊരു വീല് മാത്രമേ നമ്മൾ മാറ്റുള്ളൂ. ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ തൽക്കാലം ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നിലവിൽ വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് അഴിക്കാത്തത്. ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു 1000 രൂപ, 950 നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ ആ ഒരു എമൗണ്ട് ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിലവിൽ ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഒരു എന്തെങ്കിലും കംപ്ലയിൻസ് ഈ ഭാഗത്ത് വന്നാൽ എഞ്ചിൻ വർക്ക് ചെയ്തതുമായിട്ട് ക്ലബ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ബാക്കിത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതായത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ പിസ്റ്റൺ കിറ്റ്, വാൽവ് കിറ്റ്, ലെയ്ത്ത് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറഞ്ഞേക്കാം. ഞാൻ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ടൊന്ന് വെച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. കാർബേറ്റർ വെച്ച് ക്ലീൻ ചെയ്യും, എയർ ഫിൽറ്റർ മാറ്റി പുതിയതോടുള്ളൂ. ഇതൊക്കെയാണ് അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന വർക്കുകൾ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടാം. പിന്നെ അത് കൂടാതെ കൊണ്ട് 1-2 വർക്കുകളും പറഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ട് കാർഡ് പിടിപ്പിക്കുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ ഞാൻ എൻ്റെ QR കോഡ്, ഗൂഗിൾ പേയുടെ QR കോഡ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് ഞാൻ അതും വാട്സാപ്പിനകത്ത് ഞാൻ ഡയൽ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് അതിനകത്ത് വാട്സാപ്പിൽ തന്നെ ഗൂഗിൾ പേ ചെയ്താലും മതി, കുഴപ്പമില്ല. അതേപോലെ ഈ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. ഒട്ടും ഗ്രിപ്പില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ടയറും ഈ ബാക്കിലത്തെ ബ്രേക്കിലാണ്ടോ മതി കേട്ടോ. ബ്രേക്കും ഇല്ല അതിനകത്ത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ആ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ.